ഒരു പോകുന്നതാണ് പ്രശ്നം. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ വാങ്ങാൻ കിട്ടും, വങ്കി സ്റ്റൈല്. ഇതെല്ലാം हैंड वर्क ओके वो नहीं बनाता है हैंड वर्क പല ടൈപ്പ് ഉണ്ട്. ഇതാണ് ഗണപതി മാല. ഗണപതി വൈറ്റ് മെറ്റലിലാണ്. സാധാരണ നമ്മൾ ഗണപതി ഗോൾഡിലാണ് കൂടുതലും ചെയ്യുന്നത്. ഇതുണ്ടോ? ഇത് വേറെ വേണം. ഇങ്ങനെ വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ വിരൂപാക്ഷ ടെമ്പിളിൻ്റെ പ്രിമൈസസിലാണ്. ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെയാണ്. ഇങ്ങനെ ചെറിയ ഒരുപാട് ഫോറിനേഴ്സ് വരുന്ന സ്ഥലമായതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഇങ്ങനത്തെ ട്രിങ്ക്ലെറ്റ്സ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും. പിന്നെ ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു ഫുഡ് കൾച്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാ ടൈപ്പ് ഫുഡും കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ കന്നഡ ഫുഡ് മാത്രമല്ല, പിന്നെന്താ വെളിയിൽ നിന്ന് വരുന്ന ഫോറിനേഴ്സിനെ കണക്കാക്കിയിട്ടുള്ള ഭക്ഷണം ധാരാളമായിട്ട് കിട്ടും. ഇപ്പോൾ ഇസ്രയേലി ഫുഡ് കിട്ടും. അങ്ങനെ ഒരുപാട് ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്. വേണ്ടി വന്ന ജാപ്പനീസ് ഫുഡ് വരെ കിട്ടും ഇവിടെ. അപ്പോൾ ഇങ്ങനെ അങ്ങനത്തെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നടന്ന് പോകാൻ പോകുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ മങ്കി ഫങ്കി എന്നാണ് പറയുന്നത്. അവിടെ ഇത്തരം ഭക്ഷണമൊക്കെ ധാരാളം കിട്ടുന്ന സ്ഥലമാണ്. ആ ഭാഗത്തേക്ക് അത് ഈ ക്ഷേത്രം ഇപ്പോൾ വിരൂപാക്ഷ ടെമ്പിളിൻ്റെ ഗോപുരത്തിൻ്റെ സൈഡിലൂടെയുള്ള റോഡാണ്. ചെറിയ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഒരു ചിൽ ഔട്ട് സെൻറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഒരു മാംഗോ ട്രീ റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ നമ്മൾ പോകുന്ന മങ്കി ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഗോവയിലോ അല്ലെങ്കിൽ കോവളം സൈഡിലൊക്കെ പോകുന്ന പോലെയാണ്. ഫോറിനേഴ്സിനെ കേറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കംപ്ലീറ്റ്. കുറച്ച് ഇറ്റാലിയൻ, പിന്നെന്താ ചൈനീസ്, ഇസ്രേലി, കോണ്ടിനെൻ്റൽ ഇങ്ങനെയുള്ള എല്ലാ വിഭവങ്ങളും കിട്ടും. കംപ്ലീറ്റ് അങ്ങനത്തെ ഒരു എന്താ പറയുക, അങ്ങനത്തെ ഡ്രസ്സസ് നമ്മുടെ ഈ പിന്നെ ബീച്ച് സൈഡ് റിസോർട്ടുകളുടെ അവിടെയൊക്കെ പോയില്ലേ, നമ്മളെന്താ പറയണ്ടേ, ഇപ്പോൾ ഗോവ സൈഡിലൊക്കെ പോകുന്നു അല്ലെങ്കിൽ കോവളത്ത് പോകണു, അവിടെയൊക്കെ കാണുന്ന പോലെയുള്ള ഡ്രസ്സ് ഒരു ചിൽ ഔട്ട് ഏരിയ പോലെയാണ്. കാര്യം ഇവിടെ ബാംബു റെസ്റ്റോറൻറ്റ്, പിന്നെ എല്ലാം റൂഫ് ടോപ്പാണ്. പഴയ വീടുകളെല്ലാം അവർ കൺവേർട്ട് ചെയ്ത് റൂഫ് ടോപ്പിൽ ഇപ്പോൾ ടൂറിസ്റ്റുകൾ ഒരുപാടുള്ളതുകൊണ്ട് ഇവരുടെ പ്രധാന ഇൻകം ടൂറിസമാണ്. അങ്ങനെയാണ് ഇവിടെ എല്ലാം ഈ രീതിയിലേക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നോക്കൂ, എല്ലാത്തിൻ്റെ റൂഫിൽ ചെറിയൊരു എന്താ പറയുക, ഒരു മച്ചൊക്കെ ഉണ്ടാക്കി അവിടെ പല പല പേരൊക്കെ ഇട്ടത്. ഇവിടെ ഒരു രസം. അങ്ങനെ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരെല്ലാം തന്നെ ഒരു ഫോറിൻ കൾച്ചറിലേക്ക് മാറിയ പോലെയാണ് അവരുടെ ഡ്രസ്സിങ് പാറ്റേൺ. ഇവിടെ ഒരുപാട് ഇസ്രയേലിൽ നിന്നും റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ ഫോറിനേഴ്സ് വരാറുണ്ട്, യൂറോപ്യൻ ഗസ്റ്റുകളെല്ലാം. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്ലാനിങ്. നോക്കൂ, ഇവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട്. ആ ഭാഗത്ത് ഇപ്പോൾ പുറത്തുനിന്ന് വരുന്നവരെല്ലാം ഈ സ്ഥലമൊക്കെ അന്വേഷിച്ച് വരും. അവരുടെ ഒരു ഏരിയ പോലെയാണ് ഇങ്ങനത്തെ കുറേ റെസ്റ്റോറൻറ്റ്സ്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, എല്ലാവരും ഇങ്ങനെ നടക്കും കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നല്ലൊരു ടൂറിസം പൊട്ടൻഷ്യലുള്ള ഏരിയ ആണ്. അപ്പോൾ ഫങ്കി മങ്കിയിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. ഫങ്കി മങ്കി നോക്കുക, അത് എല്ലാം ഇപ്പോൾ ഒരു വീടിൻ്റെ അപ്സ്റ്റേഴ്സാണ് അവരിങ്ങനെ റൂഫ് ടോപ്പാണ് ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതെ, ഇവിടെ ഹോം സ്റ്റേ, മിക്ക സ്ഥലത്ത് ഹോം സ്റ്റേ ഉണ്ടാകും. ചെറിയ വീടും ഇപ്പോൾ ഹോം സ്റ്റേ ആക്കിയിട്ടുണ്ട് അവർ, ഇവിടുത്തെ ലോക്കൽ ഹൗസസ്. അതിനോടൊപ്പം അവരുടെ അപ്സ്റ്റേഴ്സ് എല്ലാം തന്നെ റെസ്റ്റോറൻറ്റ്സും ആക്കിയിട്ടുണ്ട്. അല്ലേ, ഇങ്ങനെയെല്ലാം കെട്ടിയിട്ടിട്ടിരിക്കുക, ചെറിയ ഹട്ട്സ് പോലെയൊക്കെ. ഇവർ
എത്നിക്കിൻ്റെയും ഒരു ഫോറിൻ ഇൻഫ്ലുവൻസിൻ്റെയും കൂടെ ഒരു ബ്ലൻഡാണ് നമ്മളിവിടെ കാണുന്നത്, ഫ്യൂഷൻ ഏരിയ. നമ്മളൊക്കെ ഒരു ഫ്രീക്ക് സ്റ്റൈലിലാണ് ഇവിടെയൊക്കെ നടക്കേണ്ടത്, അടിപൊളിയായിട്ട്. വേറൊരു കൾച്ചറാണ്. ടൂറിസത്തിലെ അനന്ത സാധ്യതകൾ ഇവർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇവിടുത്തെ ലോക്കൽ പീപ്പിൾ. അപ്സ്റ്റേഴ്സ് എടുത്തിട്ട് ടെറസിനെ ഇങ്ങനെ പകുതി ഇങ്ങനെ റെസ്റ്റോറൻറ്റ് പോലെ ആക്കിയിട്ട് ബാക്കി റൂംസ് കെട്ടിയിട്ട് അതും ഹോം സ്റ്റേ ആക്കി വെച്ചിരിക്കുക. ഓം നമ ശിവായൊക്കെയാണ് മ്യൂസിക് കേട്ടോണ്ടിരിക്കുക. ഇവിടുത്തെ ഏറ്റവും വലിയ രസം നോക്കൂ, ക്ഷേത്രവുമായി ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് എനിക്ക് നോക്കിയ വിരൂപാക്ഷ ടെമ്പിളിൻ്റെ ഗോപുരമാണ്. വിരൂപാക്ഷ ടെമ്പിളിൻ്റെ ഗോപുരം, അതിനോട് ചേർന്ന് കിടക്കുന്ന ഹേമകുട മൗണ്ടൻ, ആ ഹിൽ ടോപ്പ്, അതിൻ്റെ മുകളിലുള്ള പഴയ ഓൾഡ് ടെമ്പിൾസ്, ഒരു 10-30 ടെമ്പിൾസ് ഉണ്ട്, ഡയലാപ്പിലേറ്റഡ് ആയിട്ടുള്ളതും പ്രിസർവ് ചെയ്തിരിക്കുന്നതുമായ കുറേ ടെമ്പിൾസ്. അവിടെയൊക്കെയാണ് നമ്മളിങ്ങനെ കയറി പോകുന്ന ആ ഭാഗം. അതെല്ലാം നന്നായിട്ട് കാണാൻ സാധിക്കും ഇവിടെ നോക്കുമ്പോൾ. അതിനോട് ചേർന്നാണ്, എനിക്ക് 2 കടയ്ക്ക് പിന്നിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഫങ്കി മങ്കി എന്നുള്ള റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഈ ടെമ്പിൾ പ്രൊമൈസസ് മുഴുവൻ ഇതെല്ലാം പഴയ ലോക്കൽ ഹൗസസ് ആണ്, വില്ലേജ് ഹൗസസ്. ഇതെല്ലാം ഇപ്പോൾ ഒരു ടൂറിസം പൊട്ടൻഷ്യൽ മനസ്സിലാക്കി അവരത് അനുസരിച്ചിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്യൂഷൻ ഏരിയ ആയി കഴിഞ്ഞു. ഇഷ്ടം പോലെ ഫോറിനേഴ്സ് വരുന്ന സ്ഥലമാണിത്. ഏറ്റവും കൂടുതൽ വരുന്ന ഫോറിൻ ടൂറിസ്റ്റുകളാണ്. ഇവിടെ വരുന്ന ഗസ്റ്റുകളെന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ഫോറിനേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് അവരും കറക്റ്റായിട്ട് ഗൈഡ്സ് ഇവിടേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇവിടുത്തെ ഒരു ഫുഡ് കൾച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ടിപ്പിക്കൽ കന്നഡ എന്ന് പറയാറില്ല, പക്ഷേ കന്നഡ ഫുഡ് കിട്ടുന്ന എക്സ്ക്ലൂസീവ് ജോയിൻസും ഉണ്ട്. ഇപ്പോൾ ഈ സ്ട്രീറ്റിൽ തന്നെ ദോശ പോലെയുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരു ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവരിവിടെ സെല് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ആൾക്കാർ പോലും ഇപ്പം ആ സ്റ്റൈലിലൊക്കെയാണ് ഡ്രസ്സ് ചെയ്ത് ഇങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് വേറെ സ്റ്റൈലിലാണ് നടക്കുന്നത്. അവരുടെ ഡ്രസ്സിങ് പാറ്റേണൊക്കെ കാര്യം അവരുമായിട്ട് ഇൻട്രാക്ട്, ഇവരെല്ലാം നന്നായിട്ട് ഇപ്പോൾ ലാംഗ്വേജസ് സംസാരിക്കുന്നുമുണ്ട്. ഇംഗ്ലീഷ് എന്തായാലും എല്ലാവരും സംസാരിക്കും, പിന്നെ മറ്റ് ലാംഗ്വേജസും സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കണ്ടില്ലേ ഇവിടെ ചാൻറ്റിങ് മന്ത്ര പോലെ ഓം നമ ശിവായ ഓം നമ ശിവായ, ഒരു ഹിപ്പി കൾച്ചർ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ വേറെ സ്റ്റൈലാണ്. ഒരു ഏരിയയിൽ ഫങ്കി മങ്കിയുടെ മേളിൽ നിൽക്കുവാണ്. ഇത് തന്നെ താഴെ വീടാണ്. പിന്നെ ഈ ഭാഗത്തെല്ലാം ഇവരെല്ലാം വീടുകളെ കൺവേർട്ട് ചെയ്ത് ഗസ്റ്റ് ഹൗസസ്, ഹോം സ്റ്റേസ്. ഇവിടെ യോഗ സെൻ്റർ ഉണ്ട്, പല ടൈപ്പ് ഓഫ് റിക്കി ക്ലാസ്സസ് ഉണ്ട്, മസാജ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. എല്ലായിടത്തും ഇങ്ങനെ ഈ ബിസിനസ്സാണ്, കംപ്ലീറ്റ് ഒരു ബിസിനസ് ആയിക്കഴിഞ്ഞു. ആൾക്കാരൊക്കെ കുറേ ഗൈഡുകൾ വരും, പിന്നെ ആൾക്കാരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നു, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. ഇപ്പോൾ സാധാരണക്കാരായ ഗ്രാമീണരെല്ലാം തന്നെ ഇപ്പോൾ കാര്യങ്ങൾ പഠിച്ചു പോകും. അപ്പോൾ ഫങ്കി മങ്കി ഇപ്പോൾ അവർക്ക് അത് മാത്രമേ ഉള്ളൂ. ടൂറിസമാണ് അവരുടെ ഏറ്റവും വലിയ ഒരു മണി മേക്കിംഗ് ഇൻഡസ്ട്രി. ഇവിടെ വരുന്ന
ഫോറിനേഴ്സിനും നല്ല ഒരു രസമല്ലേ, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകും. അറ്റ് ദ സെയിം ടൈം ഇവിടുത്തെ ലോക്കൽസുമായിട്ടുള്ള ഇൻട്രാക്ഷനും നടക്കും. ഞാനിപ്പോൾ എന്താണ് രാവിലെ മങ്കിയിലേക്ക് വന്നതെന്ന് മനസ്സിലായല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു സാധാരണ ഇങ്ങനെയുള്ള ഏരിയയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് അറിയണ്ടേ. ടിപ്പിക്കൽ കന്നഡ ഫുഡ് മാത്രം കഴിച്ച് നടന്നിട്ട് എന്താ കാര്യം? ഇവിടുത്തെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഭക്ഷണം എന്തൊക്കെയാണെന്നാണ് ഇപ്പോൾ നോക്കുന്നത്, ഇപ്പോഴത്തെ മോഡേൺ കൾച്ചർ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇസ്രയേലി ബ്രേക്ക്ഫാസ്റ്റ്, സ്പാനിഷ് ബ്രേക്ക്ഫാസ്റ്റ്, കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ഇവരുടെ തന്നെ മങ്കി സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനൊരു സ്പാനിഷ് ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇപ്പോൾ ഫ്രഷ്, പിന്നെ എന്ത് തരം ഫ്രഷ് ജ്യൂസ് വേണമെങ്കിലും ആകാം. ഇത് പപ്പായ ഫ്രഷ് ജ്യൂസാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇവിടെ ഇഷ്ടംപോലെ പപ്പായ എല്ലാം കിട്ടും. തണ്ണിമത്തൻ, പപ്പായ, ഇതൊക്കെ വളരെ സുലഭമായി കിട്ടുന്ന കാര്യങ്ങളാണ്. ഫ്രഷ് ഓറഞ്ച് ജ്യൂസും ആകാം, എങ്കിലും ഒരു ചേഞ്ച് ആയിക്കോട്ടെ മേടിച്ചു. ഇവരുടെ അലങ്കാരങ്ങൾ നോക്കൂ, നമ്മുടെ ദൈവങ്ങളെയൊക്കെ വെച്ചിട്ട് തന്നെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. കാര്യം ഗണപതിയുടെ കുറേ പെയിൻറ്റിങ്സ്, പിന്നെ ശിവ, ഗണപതി, അതിൻ്റെ പോലത്തെ ഇങ്ങനത്തെ കേർട്ടൻസ് എല്ലാം വെച്ച്, ഇതെല്ലാം അതേ പേപ്പറിലുണ്ടാക്കി വെച്ചിരിക്കുന്ന ഷെയ്ഡ്സാണ്, ലാമ്പ് ഷെയ്ഡ്സ്. ഇതൊക്കെ രാത്രിയൊക്കെ ലൈറ്റപ്പ് ചെയ്ത് വരുമ്പോൾ ഭയങ്കര രസമായിരിക്കും, ഈവനിങ് ടൈമെല്ലാം. സ്പാനിഷ് ബ്രേക്ക്ഫാസ്റ്റാണത്. സ്പാനിഷ് ബ്രേക്ക്ഫാസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ, സ്പാനിഷ് ബ്രേക്ക്ഫാസ്റ്റിൽ സ്പാനിഷ് ഓംലെറ്റ്, ചീസ് ടൊമാറ്റോ ടോസ്റ്റ്, പിന്നെ ഒരു ബ്ലാക്ക് ടീ ഓർ കോഫി. അപ്പോൾ ഇത് ചീസ് ആൻഡ് ടൊമാറ്റോയുടെ ടോസ്റ്റാണ്. ഇതിനകത്ത് കാര്യം ഇവിടെ എല്ലാം വെജിറ്റേറിയൻ ആണ്. ഇത് ക്ഷേത്രം വിരൂപാക്ഷ ടെമ്പിളിൻ്റെ തൊട്ട് സൈഡിലാണ്. അല്ലെങ്കിൽ തന്നെ ഈ ക്ഷേത്ര നഗരിയിൽ ഒന്നും തന്നെ ഈ ഭാഗത്ത് തുംഗഭദ്ര നദിയുടെ ഒരു സൈഡിൽ ടെമ്പിൾ സിറ്റി ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ വെജിറ്റേറിയൻ മാത്രമേ ഉള്ളൂ. ഇത് ചീസ് ആൻഡ് ടൊമാറ്റോ ടോസ്റ്റ്, സ്പാനിഷ് ഓംലെറ്റ്, അതിലും കുറച്ച് ചീസൊക്കെ മെൽറ്റ് ചെയ്ത് ഡ്രസ്സിൽ ചെയ്ത് മെൽറ്റായിട്ടുണ്ട്. ഇതാണ് ഇവർ ഉദ്ദേശിക്കുന്ന സ്പാനിഷ് ബ്രേക്ക്ഫാസ്റ്റ്. ഇതിൻ്റെ കൂടെ ഒരു ബ്ലാക്ക് ടീ അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി. ഇത് ഫോറിൻ ഗസ്റ്റുകളെ ഉദ്ദേശിച്ചിട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്.
മഷ്റൂംസ് ഉണ്ട്, പൊട്ടറ്റോ ഉണ്ട്, കുറച്ച് ഇലകളുണ്ട്, സ്പിനാഷൊക്കെ ആയിരിക്കും. നൈസ്. ഇനി ആവശ്യമുള്ള സോൾട്ടും പെപ്പറും സോസ് വേണമെങ്കിൽ അതും. പിന്നെ ചീസ് ടൊമാറ്റോ ടോസ്റ്റ്. ഫ്രഷ് പപ്പായ തെറ്റില്ല. വേറെ പറയുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നാൽ ഇത്തരം വെറൈറ്റീസ് പലതും കഴിക്കാം. ഇപ്പോൾ സ്പാനിഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ അങ്ങനെ, ഇസ്രേലി ടൈപ്പ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ അങ്ങനെ, ഇങ്ങനെ മാറി മാറി കഴിക്കും. ഞാനൊന്ന് സ്പീഡപ്പ് ചെയ്യാണ്, കാരണം ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് നമുക്ക് ഷൂട്ടിംഗ് ഉണ്ട്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് ഇവിടെ വന്നത്. ഒരു വ്യത്യാസമായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്. അങ്ങനെ സ്പാനിഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങുകയാണ്. പക്ഷേ ഈ സ്പാനിഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും നമുക്ക് മതിയാവില്ല തോന്നുന്നു. അത്ര പോരാ സ്പാനിഷ് ബ്രേക്ക്ഫാസ്റ്റ്. തെറ്റില്ല, കാര്യം അത് ഇവർക്ക് ഫോറിനേഴ്സിന് വേണ്ടി തട്ടിക്കൂട്ട് കാര്യമാണ്. പക്ഷെ നമുക്ക് എന്തായാലും വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സ്ട്രീറ്റിൽ നല്ല ദോശ അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ട്. ഇവിടുത്തെ ടിപ്പിക്കൽ കന്നഡ ഫുഡും ഒക്കെ കിട്ടും. നോക്കാമല്ലേ, ദോശ കഴിക്കാൻ ഒരു മസാല ദോശയോ എന്തെങ്കിലും ഒരു ഓപ്പൺ എയറിലിരുന്ന് വേണമെങ്കിൽ അതും കഴിക്കാം. ഇപ്പോൾ ഫങ്കി മങ്കി റെസ്റ്റോറൻറ്റിൻ്റെ മുകളിൽ ഏറ്റവും ടോപ്പിൽ വന്ന് നിൽക്കുക ഞാൻ. ടെറസ് ഇത് ഇവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അല്ലേ, ബിൽഡിങ്സ് ചുറ്റും കാണുന്നത്. പ്ലസ് നമ്മളുടെ വിരൂപാക്ഷ ടെമ്പിൾ, ഹംപിയുടെ ഏറ്റവും വലിയൊരു ലാൻഡ്മാർക്കാണ് ഈ വിരൂപാക്ഷ ടെമ്പിൾ. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ആ കുറേ ടെമ്പിൾ സമുച്ചയങ്ങൾ കാണുന്ന ആ ഭാഗം എല്ലാം നമുക്ക് ഇവിടെ നിന്ന് ഭയങ്കര നല്ല വ്യൂ ആണ്. പിന്നെ ഇവരുടെ കുറച്ച് അപ്പുറത്തെ ബിൽഡിങ്ങിൽ ചെന്നാൽ അതിൽ നല്ല വ്യൂ ആയിരിക്കും. അപ്പോൾ ഈ ഭാഗത്തുള്ള എല്ലാ വീടുകളിലും റൂഫ് ഗാർഡനും റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റ്സും ഒക്കെ ആയി മാറിക്കഴിഞ്ഞു. ഇതെല്ലാം മേളിൽ നിന്ന് ഫോട്ടോഗ്രാഫ്സ് എടുക്കാനും ഒക്കെ നല്ലൊരു സൗകര്യമാണ്. നല്ലൊരു ഏറിയൽ വ്യൂ നമുക്ക് കിട്ടും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. നല്ല രസമില്ലേ? ഇത് ഏറ്റവും ബാക്കിൽ ഒരു വില്ലേജ്, ആ വില്ലേജിന്റെ ചുറ്റും പാറക്കൂട്ടങ്ങൾ, ഒരു സൈഡിൽ ക്ഷേത്രം. നല്ല ഭംഗിയുണ്ടല്ലേ ഈ കാഴ്ചകളൊക്കെ, ഇൻട്രസ്റ്റിംഗ്. ഫങ്കി മങ്കി ഒരു എക്സാമ്പിൾ മാത്രമാണ്, ഉദാഹരണം. ഇതുപോലെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അത് ഏറ്റവും നല്ലതായതുകൊണ്ടല്ല ഞാൻ അവിടെ പോയത്, ജസ്റ്റ് ആ പേരിനൊരു കൗതുകമുണ്ട്. പിന്നെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാം, ഇത്തരം ചിൽ ഔട്ട് പ്ലേസസ് ധാരാളമുണ്ട്. ഉച്ചയ്ക്കും വൈകുന്നേരം രാത്രിയൊക്കെയാണ് അതിൻ്റെ ഒരു ഭയങ്കര സജീവമാകുന്നത്. അപ്പോൾ ടിപ്പിക്കൽ ഇവിടുത്തെ ലോക്കൽ ഫുഡ് കിട്ടുന്ന ജോയിൻസും ഉണ്ട്. ഇതേ ദോശയൊക്കെ നല്ല ചൂടായിട്ട് മസാല ദോശ ഒക്കെ ചെയ്ത് കൊടുക്കും. സൗത്ത് ഇന്ത്യൻ താലി, സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ്. കളക്ഷനുണ്ട് ഇവിടെ എല്ലാം, കമ്മല്, മാലാസ്, വൈറ്റ് മെറ്റലിൻ്റെ, സിൽവറിൻ്റെ ഒക്കെ ഉണ്ട്. ഇവിടെയെല്ലാം ഫോറിനേഴ്സിന് കൊടുക്കുന്ന റേറ്റാണ്. അപ്പോൾ 750, 500 കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് വാങ്ങലൊന്നും നടക്കില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ ചുറ്റുവട്ടത്ത് ഒരു 4-6 കിലോമീറ്റർ ചുറ്റി നടന്ന് കാണാനുള്ള ഹെറിറ്റേജ് പ്ലേസസ് ഉണ്ട്. അപ്പോൾ അത് ഇവിടെ സാധാരണ ചെയ്യുന്നത് ബൈസൈക്കിൾസ് വാടകയ്ക്ക് കിട്ടും, സൈക്കിൾസ്. വേണമെങ്കിൽ സൈക്കിൾ ചെയ്ത് ഇങ്ങനെ നടക്കാം. ചെറിയ മോട്ടോർ ബൈക്സ് കിട്ടും.
അതല്ലെങ്കിൽ ഓട്ടോറിക്ഷ, അല്ലെങ്കിൽ നടക്കാൻ തയ്യാറാണെങ്കിൽ നടന്നുകൊണ്ടേ ഇരിക്കാം. കണ്ടില്ലേ ടൂറിസ്റ്റുകൾ സൈക്കിളിൽ പോകുന്നത്.